بسم الله الرحمن الرحيم. السلام عليكم ورحمة الله تعالى وبركاته. الحمد لله العزيز الغفار والصلاة والسلام على النبي المصطفى المختار وعلى آله وأصحابه وأتباعه الأخيار. أما بعد. പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ റാഹത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമുക്കുള്ള വിഷമങ്ങൾ അള്ളാഹു ദൂരീകരിച്ചു തരട്ടെ. അനുഗ്രഹങ്ങൾ, സൗഭാഗ്യങ്ങൾ അള്ളാഹു മരണം വരെ നിലനിർത്തി തരുമാറാകട്ടെ. ആഫിയത്ത് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു സ്വർഗം നൽകട്ടെ. ദുആ വസിയത്ത് ചെയ്തവർ അവരുടെ ഉദ്ദേശങ്ങൾ അള്ളാഹു ഏറ്റെടുക്കട്ടെ. ദുരിതബാധിതരാകുന്ന ഒരുപാട് ആളുകൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്. സമയത്ത് നടന്ന, കേൾക്കേണ്ടി വന്ന നമ്മുടെ വിദേശത്തുള്ള സഹോദരങ്ങൾ അനുഭവിച്ച ദുരിതം അവരുടെ കുടുംബാംഗങ്ങൾക്കൊക്കെ അള്ളാഹു ക്ഷമ പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, മുഅ്മിനീങ്ങളായ നമ്മെ സംബന്ധിച്ച് വിശുദ്ധമായ അറഫ ദിവസം പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ്. ദുൽഹിജ്ജയുടെ ശ്രേഷ്ഠമായ 10 ദിവസങ്ങളുടെ മാറ്റു വർദ്ധിപ്പിക്കുന്നത്, അതിന് ചാരുത നൽകുന്നതിൽ നിർണായകമായ സ്വാധീനം ചെലുത്തുന്നത് അതിനിടയിൽ കടന്നു വരുന്ന അറഫ ദിവസം തന്നെയാണ്. അറഫ ദിവസത്തിൽ ബഹുമുഖമായ നന്മകൾ സമ്മേളിക്കുന്നുണ്ട്. അള്ളാഹു നമുക്കൊക്കെ അത് പ്രദാനം ചെയ്യുമാറാകട്ടെ. അറഫ ദിവസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷം നമ്മളൊക്കെ അനുഭവിക്കുന്ന ഇസ്ലാമിന്റെ സമ്പൂർത്തീകരണം നടന്നതായി അള്ളാഹു പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നത് തന്നെയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നിർദ്ദേശപ്രകാരം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിതകാലത്ത് ഒരേ ഒരു നിർബന്ധമായ ഹജ്ജാണല്ലോ നിർവഹിച്ചിട്ടുള്ളത്. നമുക്കൊക്കെ അതറിയാം. ആ ഹജ്ജിന്റെ അറഫ ദിവസത്തിലാണ് നിങ്ങൾക്കിതാ ദീനെന്ന സൗഭാഗ്യത്തെ ഞാൻ ഏൽപ്പിച്ചു തരുന്നു, അത് കൈവെള്ളയിലെ കനകം പോലെ നിങ്ങൾ സൂക്ഷിക്കണം എന്ന് ദ്യോതിപ്പിക്കുന്ന പരാമർശം അള്ളാഹു നടത്തുന്നത്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഭരണം നടത്തുന്ന കാലത്ത് ഒരു യഹൂദിയായ മനുഷ്യൻ വന്ന് അദ്ദേഹത്തോട് ചോദിച്ചു എന്നാണ്, അദ്ദേഹത്തോട് പറഞ്ഞു എന്നാണ്, അമീറുൽ മുഅ്മിനീനെ, ആയത്തും ഫി കിതാബിക്കും ലൗ അലൈനാ മഅ്ശറൽ യഹൂദി നുസിലത് ലത്തഖദ്നാ ദാലികൽ യൗമ ഈദാ. നിങ്ങളുടെ ഖുർആനിൽ നിങ്ങൾക്ക് അവതീർണമായ, നിങ്ങൾക്ക് അല്ലാഹു ഇറക്കി തന്ന ഒരായത്തുണ്ടല്ലോ, ആ ആയത്ത് ഞങ്ങൾക്കാണ് ഇറക്കപ്പെട്ടിരുന്നതെങ്കിൽ ആ ആയത്ത് ഇറങ്ങിയ സന്ദർഭത്തെ ഞങ്ങളൊരു പെരുന്നാളാക്കി മാറ്റുമായിരുന്നു എന്നാണ് അവർ പറഞ്ഞത്, എന്നാണ് ആ ജൂതനായ മനുഷ്യൻ പറഞ്ഞത്. അപ്പോൾ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഇന്നി ലഅഅലമുൽ യൗമ അല്ലദീ നുസിലത് ഫീ. ആ ആയത്ത് ഇറക്കപ്പെട്ട ദിവസം ഏതാണെന്ന് എനിക്കറിയാം. വൽ മകാനല്ലദീ നുസിലത് ഫീ. ആ ആയത്ത് ഇറക്കപ്പെട്ട സമയവും സ്ഥലവും എനിക്കറിയാം. നുസിലത്ത്, ആ ആയത്ത് ഇറക്കപ്പെട്ടത് വറസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖായിമുൻ ബി അറഫ. മുത്തുനബി തങ്ങൾ കണ്ണീരിൽ കുതിർന്ന പ്രാർത്ഥന നടത്തി അറഫയിൽ നിൽക്കുമ്പോഴാണ് അള്ളാഹു ആ ആയത്തിറക്കിയത്. ഏതാണ് ആയത്ത്? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. അൽയൗം, ഇന്നത്തെ ദിവസം, അക്മൽതു ലക്കും ദീനക്കും, നിങ്ങളുടെ ദീനിനെ ഞാൻ നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നിരിക്കുന്നു. അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി, അതിലൂടെ എൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് പൂർത്തിയാക്കി പരിപൂർണമാക്കി തന്നു. വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ, ജീവിതത്തിൽ അനുഷ്ഠിക്കാനുള്ള മതമായി ഞാൻ നിങ്ങൾക്ക് തൃപ്തിപ്പെട്ട് സമർപ്പിക്കുന്നത് വിശുദ്ധമായ ദീനുൽ ഇസ്ലാമാണ്. ഇസ്ലാം നിങ്ങൾക്ക് അഭിമാനത്തോടെ സംതൃപ്തി നൽകുന്ന ഒരാശയമായി ഹൃദയത്തിലും ജീവിതത്തിലും കൊണ്ടു നടക്കാവുന്നതാണ് എന്ന് അല്ലാഹു അറഫാ ദിവസത്തിലാണ് പ്രഖ്യാപിച്ചതെന്ന് ചുരുക്കം. ദീനിന്റെ സമ്പൂർത്തീകരണം അല്ലാഹു പ്രഖ്യാപിച്ചൊരു ദിവസമാണ്. ഹദീസിലുണ്ട്, മാറുഇയ ശൈത്വാനു ഫീ യൗമിൻ, ഒരു ദിവസവും പിശാച് കാണപ്പെട്ടിട്ടില്ല, അസ്വറ, വളരെ നിസ്സാരനായിട്ട്, വല അഹ്ഖറ, വളരെ ദുർബലനായിട്ട്, വല അഗ്യള, ഏറ്റവും കോപിഷ്ഠനായിട്ട്, മിൻഹു യൗമ അറഫ, അറഫ ദിവസത്തെക്കാൾ കോപിഷ്ഠനായി, നിന്ദ്യനായി, നിസ്സാരനായി പിശാച് കാണപ്പെടുന്ന മറ്റൊരു ദിവസവുമില്ല. അത്ര ശ്രേഷ്ഠതയുണ്ട് ഈ അറഫ ദിവസത്തിനെന്നർത്ഥം.
പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമുക്ക് മാസം കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ ലഭ്യമാകുന്ന ദുൽഹിജ്ജയുടെ 9ാമത്തെ ദിവസമാണ്. അള്ളാഹു നമുക്കൊക്കെ ഈ മഹത്വം പ്രദാനം ചെയ്യുക. അള്ളാഹു നമുക്കത് നൽകട്ടെ. ഇതിന്റെ ശ്രേഷ്ഠത നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് ഈ അറഫ ദിവസത്തിന്റെ പോരിശ എന്താ? പണ്ഡിതന്മാർക്കിടയിൽ ചർച്ച നടന്നിട്ടുണ്ട്. വിശുദ്ധ റമളാനിന്റെ അവസാനത്തെ 10നാണോ ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 ദിവസങ്ങൾക്കാണോ ശ്രേഷ്ഠതയുള്ളത്? അതിന്റെ തീർപ്പെന്ത് എന്നത് പറയുന്നതിന് മുമ്പ് നിങ്ങൾ ആലോചിച്ചു നോക്കൂ. അങ്ങനെ ചർച്ച ചെയ്യപ്പെടണമെങ്കിൽ എന്തൊരു മഹത്വം ഉണ്ടാകും. ഈ ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 ദിവസങ്ങൾക്ക് റമളാനിന്റെ അവസാന 10നെ പരിഗണിക്കുന്നത് പോലെ അതിനേറെ മഹത്വത്തോടെ ഗൗരവത്തോടെ റമളാൻ അവസാന 10 ആയാൽ സ്വാഭാവികമായും നമ്മളൊക്കെ അതിനൊരുങ്ങി തയ്യാറാകും. ദുൽഹിജ്ജയിൽ നമ്മൾ അശ്രദ്ധരാവാതെ, അതുകൊണ്ടാണ് അതിനും അപ്പുറം എന്ന് ഞാൻ പറയാൻ കാരണം. ഈ ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 ദിവസത്തെ നമ്മൾ പരിഗണിക്കണം. എന്നിട്ട് ഈ ആനത്തു ത്വാലിബീൻ എന്ന കിതാബിൽ ഉദ്ധരിക്കുന്ന തീർപ്പിതാണ്, അന്ന അശ്റ റമളാനൽ അഖീർ അഫ്ളലു മിൻ അശ്രി ദുൽഹിജ്ജ. ദുൽഹിജ്ജയുടെ 10നേക്കാൾ ശ്രേഷ്ഠത റമളാനിന്റെ അവസാന 10ന് തന്നെയാണ്. ഇല്ലാ യൗമ അറഫ. പക്ഷേ അറഫ ദിവസത്തെ പരിഗണിക്കുമ്പോൾ ആ അറഫ ദിവസത്തിനാണ് ശ്രേഷ്ഠതയുള്ളത്. അഥവാ പകലുകളുടെ കൂട്ടത്തിലെ സയ്യിദ്, രാത്രികളുടെ കൂട്ടത്തിലെ സയ്യിദ് ലൈലത്തുൽ ഖദർ ആകാം. പക്ഷെ പകലുകളുടെ കൂട്ടത്തിലെ രാജാവ്, ഏറ്റവും മൂല്യമുള്ള ദിവസം അത് അറഫ ദിവസമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കത് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. സ്വഹീഹ് മുസ്ലിമിലുള്ള ഒരു ഹദീസ് കൂടെ പറയാം. ആയിഷ ബീവിയിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്നു, മാ മിൻ യൗമിൻ അക്സറ മിൻ അൻ യുഅ്തിഖല്ലാഹു ഫീഹി അബ്ദൻ മിനന്നാർ മിൻ യൗമി അറഫ. അറഫ ദിവസത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല അടിമകൾക്ക് നരകത്തിൽ നിന്ന് മോചനം നൽകുന്ന മറ്റൊരു ദിവസവുമില്ല. വ ഇന്നഹു ലയദുനു. അല്ലാഹു അടുത്തു വന്നിട്ട് സുമ്മ യുബാഹി ബിഹിമുൽ മലായിക. അറഫയിൽ സമ്മേളിച്ച ഹാജിമാർ, അറഫ ദിവസത്തിന് പവിത്ര നൽകുന്ന മുഅ്മിനീങ്ങൾ അവരെ ചൂണ്ടിക്കാട്ടി മലക്കുകളോട് അഭിമാനം പറയും. ഫയഖൂൽ മാ അറാദ ഹൗല. ഇവരൊക്കെ ഉദ്ദേശിക്കുന്നത്, ആഗ്രഹിക്കുന്നത് എന്താണ് എന്ന് അല്ലാഹു ചോദിക്കുകയും ചെയ്യും. എത്ര ശ്രേഷ്ഠതയാണ്, മഹത്വമാണ് ഈ ദിവസത്തിനുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അറഫ ദിവസത്തിൽ നമ്മൾ ചെയ്യേണ്ട കർമ്മങ്ങളെയാണ് ഞാനിനി പ്രധാനമായി പരിചയപ്പെടുത്താൻ പോകുന്നത്. 1ാമത്തെ കർമ്മം വ്രതാനുഷ്ഠാനം തന്നെയാണ്. കഴിഞ്ഞുപോയ ഒരു വർഷത്തെയും വരാനുള്ള ഒരു വർഷത്തെയും ചെറിയ പാപങ്ങൾ പൊറുക്കപ്പെടാൻ കാരണമാകുന്ന ശ്രേഷ്ഠമായ നോമ്പ്. നിർബന്ധമല്ല എങ്കിലും നിർബന്ധം പോലെ നമ്മളൊക്കെ അനുവർത്തിക്കേണ്ടതുണ്ട്. 2ാമത്തത് അറഫയുടെ പകലിൽ, അറഫയുടെ ദിവസം അൽ ഇക്സാറു മിനദ് ദിക്രി വദ്ദുആ. ധാരാളം ദിക്റും ദുആവും വർദ്ധിപ്പിക്കണം. അതിന് ചൊല്ലാൻ പറ്റുന്ന ഒരു ദിക്ർ ഞാൻ പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹദീസിൽ തന്നെ പഠിപ്പിച്ചു തരുന്നുണ്ട്. ഖൈറു ദുആഇ ദുആഉ യൗമി അറഫ. അറഫ ദിവസത്തെ പ്രാർത്ഥനയാണ് ശ്രേഷ്ഠമായ പ്രാർത്ഥന. വ ഖൈറു മാ ഖുൽതു അന വൻ നബിയ്യൂന മിൻ ഖബ്ലി. ഞാനും എനിക്ക് മുമ്പേ കടന്നുപോയ ലക്ഷക്കണക്കിന് വരുന്ന പ്രവാചകരും ഒഴിഞ്ഞ വാചകങ്ങളിൽ നിന്ന് ഏറ്റവും ശ്രേഷ്ഠമായ വാചകം പഠിച്ചോളൂ. ഈ ദിക്ർ വർദ്ധിപ്പിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ പ്രഖ്യാപിക്കുന്ന തൗഹീദിന്റെ പ്രഖ്യാപനം, അല്ലാഹുവല്ലാതെ ഇലാഹില്ല, അവന് പങ്കാളിയില്ല. ലഹുൽ മുൽക്കു, അവനാണ് അധികാരം. വലഹുൽ ഹംദു, അവനാണ് സ്തോത്രങ്ങൾ. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, എല്ലാ കാര്യത്തിനും കഴിവുള്ളവൻ അല്ലാഹു തന്നെയാണ്. അപ്പൊ ഈ ദിക്ർ നമ്മൾ ധാരാളം വർദ്ധിപ്പിക്കണം. നോമ്പെടുക്കണം, ഈ ദിക്ർ വർദ്ധിപ്പിക്കണം. 3ാമത്തത് തക്ബീറുകൾ ചൊല്ലണം. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അറഫ ദിവസത്തിന്റെ സുബഹിക്ക് ശേഷം മുതൽ നിസ്കാരങ്ങൾക്കു പിറകിലായി എല്ലാ സന്ദർഭത്തിലും അയ്യാമു തശ്രീഖിന്റെ അവസാനത്തെ ദിവസത്തിന്റെ അസ്റിനുൾപ്പെടെ
ഈ തക്ബീറുകൾ വർദ്ധിപ്പിക്കൽ സുന്നത്താണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പെരുന്നാളിന്റെ രാവിലും ഇമാം കൈകെട്ടുന്നത് വരെയുള്ള സമയത്തും അത് നമുക്ക് ധാരാളം വർദ്ധിപ്പിക്കാം. അല്ലാത്ത സമയങ്ങളിൽ നിസ്കാരങ്ങൾക്ക് ശേഷം തക്ബീറുകൾ ചൊല്ലണം. അല്ലാഹു അക്ബർ 3 തക്ബീറുകൾ ചൊല്ലിക്കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് പെരുന്നാളിന്റെ രാവിലൊക്കെ വർദ്ധിപ്പിക്കൽ നല്ലതാണ്. അല്ലാഹു അക്ബർ കബീറ വൽഹംദുലില്ലാഹി കസീറാ വസുബ്ഹാനല്ലാഹി ബുക്റതൻ വഅസീലാ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹദാ صدق وعده نصر عبده وأعز جنده وهزم الأحزاب وحده لا إله إلا الله والله أكبر. 3 തക്ബീറുകൾ കഴിഞ്ഞാൽ ഇത് ചൊല്ലൽ, പ്രത്യേകിച്ച് പെരുന്നാൾ രാവിലെ മറ്റൊക്കെയുള്ള തക്ബീറിൽ ഇങ്ങനെ ചൊല്ലൽ സുന്നത്താണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ നോമ്പെടുക്കലിനെ കുറിച്ച് പറഞ്ഞു, ദിക്റിനെ കുറിച്ച് പറഞ്ഞു, തക്ബീറിനെ കുറിച്ച് പറഞ്ഞു. 4മതായിട്ട് ദുആ ചെയ്യണം. ഹദീസിൽ വന്ന ഒരു ദുആ ഞാൻ പറഞ്ഞു തരാം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, തുർമുദിയിൽ ഈ ഹദീസ് ഉണ്ട്. നബി തങ്ങളെ കുറിച്ച് ഉദ്ധരിക്കപ്പെടുകയാണ്. നബി തങ്ങൾ ധാരാളമായി അറഫ ദിവസം ചെയ്തിരുന്ന ദുആ, അല്ലാഹുമ്മ ലക്കൽ ഹംദു കല്ലദീ തഖൂൽ വഖൈറൻ മിമ്മാ നഖൂൽ അല്ലാഹുമ്മ ലക സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി വഇലൈക മആബി വലക റബ്ബി തുറാഫി അല്ലാഹുമ്മ ഇന്നി أعوذ بك من عذاب القبر ووسوسة الصدر وشتات الأمر اللهم إني أعوذ بك من شر ما يجيء به الريح. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഹബീബ അള്ളാഹുവിനോട് നബി തങ്ങൾ ദുആ ചെയ്തിരുന്നത്, അല്ലാഹുമ്മ ലക്കൽ ഹംദു കല്ലദീ തഖൂൽ, റബ്ബേ നീ പറയുന്ന പോലെ, നീ പ്രഖ്യാപിച്ചതുപോലെയുള്ള സ്തുതികൾ നിനക്കുണ്ട്. വഖൈറൻ മിമ്മാ നഖൂൽ, ഞങ്ങൾ അൽഹംദുലില്ലാഹ് പറയുന്നുണ്ട്, എങ്കിലും അതിനേക്കാളും മികച്ച ഹംദുകൾ നിനക്കുണ്ട്, നിനക്ക് സമർപ്പിക്കുകയാണ്. അല്ലാഹുമ്മ ലക സ്വലാത്തി, റബ്ബേ നിനക്ക് വേണ്ടിയാണ് എൻ്റെ നിസ്കാരം. വനുസുകി, എൻ്റെ ആരാധനകൾ നിനക്ക് വേണ്ടിയാണ്. വമഹ്യായ വമമാതി, എൻ്റെ ജീവിതം മരണം നിനക്ക് വേണ്ടിയാണ്. വഇലൈക മആബി, നിന്നിലേക്കാണ് എൻ്റെ മടക്കം. വലക റബ്ബി തുറാസി, ഞാൻ അവശേഷിപ്പിക്കുന്നതെല്ലാം നിനക്ക് വേണ്ടിയാണ് റബ്ബേ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ. ശ്രേഷ്ഠമായ ചോദ്യം. അല്ലാഹുവേ, ഖബറിന്റെ ഇരുളിൽ ഒറ്റക്ക് കഴിയേണ്ടി വരുന്ന സന്ദർഭത്തിൽ അതിലുണ്ടാകുന്ന അദാബിനെ തൊട്ട് കാക്കണേ. ഹൃദയത്തിൽ ഉണ്ടാകുന്ന വസ്വാസുണ്ടല്ലോ, ഓരോ തോന്നലുകൾ, ശരിയായില്ല എന്ന തോന്നലുകൾ, ഒരുപക്ഷെ നന്മ ചെയ്യുന്നതിൽ നിന്ന് നമ്മൾ ആലസ്യരാക്കുന്ന വിധത്തിലുള്ള വസ്വാസുകൾ. വശത്താത്തിൽ അമ്ര, കാര്യങ്ങളൊക്കെ ചിതറി പോവുക പലരുടെയും ഒരു വിഷമമാണ്. വശത്താത്തിൽ അമ്ര, കാര്യങ്ങളൊന്നും അങ്ങോട്ട് റാഹത്തായി ഒരുമിച്ച് കൂടാത്ത പോലത്തെ ഒരു അനുഭവം പലർക്കും ജീവിതത്തിലുള്ളതാണ്. അതിൽ നിന്നും നിബിധങ്ങൾ കാവൽ തേടുമായിരുന്നു. അള്ളാഹുവിന്റെ ഹബീബ് അവസാനം റീഹ കൊണ്ടുണ്ടാകുന്ന, കാറ്റുകൊണ്ടുണ്ടാകുന്ന എല്ലാ ഷർറുകളിൽ നിന്നും കാവൽ തേടുന്നതായി കാണാൻ കഴിയും. ഇങ്ങനെയുള്ള പ്രാർത്ഥന ഈ സമയത്ത് നമ്മൾ വർദ്ധിപ്പിക്കണം. പ്രത്യേകിച്ച് മഹാരഥന്മാർ പഠിപ്പിക്കുകയാണ്. ശ്രേഷ്ഠമായി ഈ ദിക്റുകളെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരുപാട് തഹ്ലീൽ ചൊല്ലുക, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുക, വതാറത്തൻ യുകബ്ബിറു, തക്ബീർ ചൊല്ലുക, തസ്ബീഹ് ചൊല്ലുക, ഖുർആൻ എടുത്ത് ഓതുക, നിസ്കരിക്കുക, നബി തങ്ങളുടെ മേലിൽ സ്വലാത്ത് ചൊല്ലുക, എന്നിട്ട് ഒറ്റക്കായും കൂട്ടമായും ഒക്കെ ദുആ ചെയ്യുക. ഇങ്ങനെയുള്ള ബഹുമുഖമായ നന്മകൾ ഈ അറഫാ ദിവസത്തിൽ നിങ്ങൾ വർദ്ധിപ്പിക്കണം. പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. അറഫാ ദിവസത്തിന്റെ അസ്തമയത്തോടുകൂടെ നമ്മൾ പെരുന്നാളിന്റെ രാവിലേക്ക് കടന്നു. അങ്ങനെ ആ പെരുന്നാളിന്റെ ദിവസം കൂടെ അസ്തമിച്ചാൽ ദുൽഹിജ്ജയുടെ ശ്രേഷ്ഠമായ 10 ദിവസങ്ങൾ നമ്മിൽ നിന്ന് വിട പറയുകയും ചെയ്യും. അതുകൊണ്ട് ഇതിനെ അമൂല്യമായി കാണാൻ നമുക്കൊക്കെ സാധ്യമാവണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. റഹ്മാനായ റബ്ബേ, കരുണക്കടലായ പടച്ചവനെ, ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാഹ്. അറഫാ ദിവസത്തിലേക്ക് ഞങ്ങളെ എത്തിക്കണേ അല്ലാഹ്.
അറഫയുടെ നോമ്പ് പിടിക്കാൻ, അതിൽ ദുആ ചെയ്യാൻ, പാപങ്ങൾ പൊറുപ്പിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാ. അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ എല്ലാ അപരാധങ്ങളും നീ പുറത്തു തരണേ അല്ലാ. ഞങ്ങളുടെ ഖൽബിന് വിശുദ്ധി നൽകണേ അല്ലാ. നിന്റെ ദിക്റും ഫിക്റും നൽകണേ അല്ലാ. റബ്ബേ, ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ, ഞങ്ങളുടെ ഭർത്താവ്, മക്കള്, കുടുംബാദികള്, കൂടപ്പിറപ്പുകൾ, അയൽവാസികൾ, കൂട്ടുകാര്, അവെല്ലാവർക്കും നീ ഖൈർ നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, എല്ലാ ദുരന്തങ്ങളെ തൊട്ടും ഞങ്ങളെയും കുടുംബത്തെയും നാട്ടുകാരെയും പ്രവാസികളെയും ഒക്കെ നീ കാക്കണേ അല്ലാ. ആകസ്മികമായ ദുരന്തങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. പടച്ചവനെ, താങ്ങാൻ കഴിയാത്ത പരീക്ഷണങ്ങൾ നൽകല്ല റബ്ബേ. മാരകമായ രോഗങ്ങൾ കൊണ്ട് പരീക്ഷിക്കല്ല അല്ലാ. രോഗികളുണ്ട്, ശിഫ നൽകണേ അല്ലാ. കഷ്ടപ്പാടുള്ളവരുണ്ട്, മാറ്റിക്കൊടുക്കണേ അല്ലാ. വീടില്ലാത്തവർക്ക് നല്ല ഒരു വീടിന്റെ റാഹത്തുള്ള അവസ്ഞാമത്ത് നീ കൊടുക്കണേ അല്ലാ. റബ്ബേ, പടച്ചവനെ, കടബാധ്യതയുള്ളവർക്ക് മോചനം നൽകുക അല്ലാ. വിവാഹം ശരിയാക്കാത്തവർക്ക് നല്ല ഇണകളെ കൊടുക്കുക അല്ലാ. റബ്ബേ, ദാമ്പത്യമൊക്കെ മധുരമുള്ളതാക്കി തരണേ റഹ്മാനെ. ദയാലുവായ റബ്ബേ, കാരുണ്യവാനായ പടച്ചവനെ, മക്കളില്ലാത്തവർക്ക് നല്ല മക്കളെ പ്രദാനം ചെയ്യ റഹ്മാനെ. ഞങ്ങൾ ഇന്ന് മരണപ്പെട്ടു പോയവരുടെ കൂടെ നാളെ നീ ജന്നാത്തുൽ ഫിർദൗസിൽ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. ജസാകുമുല്ലാഹു ഖൈറ. നിർത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.